ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അവധി കിട്ടിയിട്ട് വേണം മാവ് മുറിക്കാനെന്നും പറഞ്ഞിരിക്കണായിരുന്നു ജൂഡ്സൻ. അപ്പോൾ ഇന്ന് മുടക്ക് ദിവസം ആയതുകൊണ്ട് ഇന്ന് തന്നെ അതങ്ങ് നടത്തിക്കളയാമെന്ന് കരുതി. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം മുറിക്കണമല്ലോ എന്ന് കരുതി ഇന്നലെ ഒരു വാള് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റിവേഴ്സ് മുറിക്കാൻ പറ്റണ വാളാണ് കേട്ടോ ഇത്. അതായത് അതിൻ്റെ ആ അര ഉണ്ടല്ലോ, അര പോലെ ഇരിക്കുന്ന സാധനം, അത് ഫ്രണ്ടിലോട്ടിരിക്കുന്നതിന് പകരം ബാക്കിലോട്ടായിരിക്കുന്നത്. ഭയങ്കര മൂർച്ചയാണ് കേട്ടോ ഇതിന്. പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് മുറിക്കാൻ പറ്റും, വലിയ കൊമ്പുകളൊക്കെ മുറിക്കാൻ പറ്റും. അപ്പോൾ ഞാനും കൂടെ കയറി, എൻ്റെ പണികളൊക്കെ തീർന്നിരിക്കുമായിരുന്നു. എന്തായാലും ജൂഡ്സനെ ഹെൽപ്പ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ, വലിയ കൊമ്പൊക്കെ മുറിക്കുമ്പോൾ മുകളിൽ നിന്ന് മുറിക്കണമല്ലേ. അങ്ങനെ ഞാനും കൂടെ കയറി. അപ്പോൾ വലിയ കൊമ്പൊക്കെ മുറിക്കുമ്പോൾ കയറിട്ട് കെട്ടി ഞാനത് വലിച്ച് പിടിച്ചിട്ട് ജൂഡ്സനോട് മുറിച്ച് കഴിയുമ്പോൾ താഴോട്ട് ഇറങ്ങി രണ്ടുപേരും കൂടി വലിച്ച് ടെറസിൽ വെച്ച്. ഒരുവിധം ഇങ്ങനെയുള്ള പണികളൊക്കെ ജൂഡ്സൻ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ചെറിയ കൊമ്പാണെങ്കിലും വലിയ കൊമ്പാണെങ്കിലും ജൂഡ്സൻ തന്നെ കയറിയൊക്കെ ചെയ്തോളും. അങ്ങനെയുള്ള കാര്യത്തിന് പുള്ളിക്ക് മടിയൊന്നുമില്ല. നമ്മളൊന്ന് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങളായി ഞങ്ങളിത് മുറിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പറയും മുറിക്കാമെന്ന്. പിന്നെ മാങ്ങ കിട്ടുന്നത് കൊണ്ടും തണലായതുകൊണ്ടും ഒക്കെ അതിങ്ങനെ നീണ്ടു പോണേയിരുന്നു. അപ്പോൾ ഇത്രയും കൊമ്പ് കൂടിക്കഴിഞ്ഞപ്പോഴേ മാവിന് വെയിറ്റ് കൂടി. അല്ലാണ്ട് തന്നെ ഇത് ചരിഞ്ഞ് നിൽക്കുന്ന ഒരു മാവായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി അപ്പുറത്തേക്ക് ചരിയാൻ തുടങ്ങി. അതായത് ഷെയ്ഡില്ലാത്ത വശത്തേക്കായിരിക്കുമല്ലോ മരങ്ങൾ ചരിഞ്ഞ് വളരുന്നത്. വാഗമരം നേരെ തലക്ക് മുകളിൽ നിൽക്കണ കാരണം മാവ് നേരെ വളരൂല, ചരിഞ്ഞേ വളരുള്ളൂ. അപ്പോൾ വളരണത് നമ്മൾ സെയിൽ ചെയ്ത ഇതിൻ്റെ പകുതി ഭാഗം ഉണ്ടല്ലോ ഈ സ്ഥലത്തിൻ്റെ, ആ ഭാഗത്ത് പണിതേക്കണ ഫ്ലാറ്റിന് നേരോട്ടാണ് ഇത് വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചേട്ടനാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. പുള്ളി എങ്ങനെയെങ്കിലും ഈ മാവ് നശിപ്പിക്കാനുള്ള ഒരു ചിന്തയിലാണ് നടക്കുന്നത്. എന്തിനാ വെറുതെ നമ്മൾ മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്നത്? അപ്പം നമുക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറച്ച് അധികം കൊമ്പ് തന്നെ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായി, വല്ലാണ്ട് ചെരിഞ്ഞ് നിന്നേച്ച മാവായിരുന്നു. ഇപ്പോൾ ഒരുവിധം ആ ചെരിവ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടെറസിൽ നിന്ന് മരക്കൊമ്പുകളൊക്കെ എടുത്ത് ഈ വഴിയിൽ, സൈഡിലെ വഴിയിലാണ് ഇട്ടേക്കണത്. അപ്പോൾ ജൂഡ്സനാണ് ടെറസിൽ നിന്നെല്ലാം താഴോട്ട് ഇറക്കിയത്. ഞാനെപ്പോഴേക്കും കാപ്പി കൊടുക്കാൻ പറഞ്ഞിട്ട് കാപ്പി ഉണ്ടാക്കാനായിട്ട് പോയി. കട്ടൻ കാപ്പി വെച്ച് കുടിച്ച് രണ്ടുപേരും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ചെയ്ത്. ഞാൻ മുകളിലോട്ട് കയറിയപ്പോഴേക്കും ജൂഡ്സൻ എല്ലാ കൊമ്പും താഴോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു പറമ്പുണ്ട്. ഇങ്ങനെ അധികം ഉപയോഗിക്കാണ്ടൊക്കെ കിടക്കണം, എല്ലാവരും ഇതുപോലെ മരക്കൊമ്പുകളൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു പറമ്പാണത്. അങ്ങനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ എനിക്ക് കൊമ്പ് കൊണ്ടേ കളയാനായിട്ട് ജൂഡ്സനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടാ. ഒറ്റയ്ക്ക് അത്രയും കൊണ്ടേ കളയുമ്പോൾ കുറേ സമയവും എടുക്കും, ആളും വയ്യാണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും ഞാനും കൂടെ പോകാമെന്ന് എഴുതിയിട്ട് അങ്ങനെ പോയി. പിന്നെ അവിടേക്കൊന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട്, പുരയ്ക്ക് മീതെ ചാഞ്ഞ പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടണമെന്നാണല്ലോ. നമ്മളായിട്ട് എന്തിനാ അതൊക്കെ വെറുതെ തെറ്റിക്കണതല്ലേ.